വേദിയിലുള്ള സദസ്സിലുള്ള ഗുരുതുല്യരായ പിതൃതുല്യരായ സമൂഹത്തിന്റെ നാനാതുറകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംഭൂജ്യരെ ഈ ഒരു സമ്മേളനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചുകുട്ടികളടക്കമുള്ള VHPയുടെ പ്രവർത്തകരും നേതാക്കളും അടക്കമുള്ള ഇവിടത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളടക്കമുള്ള തൊഴിലാളി സുഹൃത്തുക്കളടക്കമുള്ള നിയമപാലകരടക്കമുള്ള സർവവിധ ജനങ്ങൾക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ അർപ്പിതമായ കർത്തവ്യത്തെ ഞാൻ സ്വീകരിക്കുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തെരുവോരങ്ങളിൽ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രഹസനങ്ങളെ കണ്ടവരാണ്. തെരുവോരങ്ങളിൽ പരസ്യമായി യാതൊരു മറയുമില്ലാതെ കോടതി വിധിയെ പോലും ലംഘിച്ചുകൊണ്ട് ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തിന് വേണ്ടി നിർദോഷിയായ മൃഗത്തെ അവിടെ വെച്ച് അറുത്ത് പാകം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കാഴ്ച കണ്ട ആ നമ്മൾ അവർ ചെയ്തില്ല എങ്കിലും അതിന് പ്രായശ്ചിത്തമായിട്ടാണ് ഈ ബലിയെടുക്കലിന് നൂറുകണക്കിന് വരുന്ന ജനങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് വളരെ ആചാരപൂർവ്വം അനുഷ്ഠാനപൂർവ്വം ആ ഒരു ഗോപൂജ നമ്മൾ നടത്താനുള്ള കാരണം ആരെങ്കിലും അത് ചെയ്തേ മതിയാണ്. കാരണം ഗോപൂജ എന്ന് പറഞ്ഞാൽ അത് RSSന്റെ അജണ്ടയാണ്, അത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. ഈ നാടിന്റെ ജനാധിപത്യ സംവിധാനത്തെ, മതേതര സംവിധാനത്തെ തകർക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്ക് 1925 അധർമ്മത്തിന് മേൽ വിജയം തന്നെ കൊടുപ്പാട്ടിയ ആ ഒരു വിജയദശമി ദിനത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാറിലൂടെ രൂപാന്തരപ്പെട്ട് ഗുരുജി ഗോൾവൽക്കറിലൂടെ അത്തരത്തിലുള്ള മഹാന്മാരായ സംവിധാനകന്മാരിലൂടെ ഈ ലോകത്തിലെമ്പാടും പടർന്നു പന്തലിച്ച് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശാഖകളുമുള്ള ലക്ഷക്കണക്കിന് സ്വയം സേവകരുമുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ ആ ഒരു ചങ്കുറപ്പിലാണ് ഈ സമ്മേളനങ്ങൾ മൂന്നാം വാർഷികത്തിൽ VHP അടക്കമുള്ള സംഘടനകൾ നടക്കുന്നത്. എന്താണ് ഗോപൂജയുമായി ബന്ധപ്പെട്ട കാര്യം? പലരുടെയും മനസ്സിനകത്ത് ഇത് നോക്കിക്കാണുന്ന പലരും ചിന്തിക്കും, എന്തിനാണ് ബലിയെടുക്കൽ ടൗണിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത്? എന്താണ് ഇതിന് പ്രാധാന്യമുള്ളത്? തീർച്ചയായും പ്രാധാന്യമുണ്ട്. കാരണം ഗോവിനെ പൂജിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, മുമ്പത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഗോമാതാവാണ് എങ്കിൽ കാള ഇവരുടെ അച്ഛനാണോ എന്നാണ്. ഏതായാലും ഞങ്ങൾക്ക് ഇപ്രാവശ്യം അഭിമാനമുണ്ട്. കാരണം അത്തരത്തിൽ ചിന്തിക്കുന്ന, അത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന അത്തരക്കാരെ കൊണ്ട് തന്നെ ഇന്നത്തെ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കൊണ്ട് അവിടെ ശീതീകരിച്ച കാര്യത്തോടൊത്ത് ക്ലിഫ് ഹൗസിൽ തുടങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഗോ പരിരക്ഷയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്ന പ്രാധാന്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. പ്രിയമുള്ളവരെ, പശുമാതാവാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അപമാനിക്കുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? ഗോമാതാവിനെ പൂജിക്കാൻ പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രമുഖനായ ശിഷ്യൻ ശ്രീ കാക്ക കലേക്കർ പറഞ്ഞത്, ലോകത്തിലെ 36 രാഷ്ട്രങ്ങളിലെ ഔദ്യോഗികമായ സംസ്കാരങ്ങളുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും കണ്ടവനാണ് ഞാൻ. പക്ഷെ ഭാരതത്തിലെത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ ഇടങ്ങളിലും ഉള്ളതിനേക്കാളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളത് ഭാരതീയ സനാതന ധർമ്മ സംസ്കാരത്തിലാണ്. ആ ഭാരതീയ സനാതന ധർമ്മ സംസ്കാരത്തിലെ ഏതാചാരം എടുത്താലും ഏതനുഷ്ഠാനം എടുത്താലും അതിന്റെ എല്ലാം പിറകിൽ ഈശ്വരീയവും പൗരാണികവുമായ ഒരു സങ്കല്പം അടങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് 30 കോടി ദേവതരുടെയും ചൈതന്യം പേറുന്ന ആ കാമധേനു എന്ന ഗോമാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നമ്മൾ ഗോക്കളെ പൂജിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കണം. ഗോക്കളുടെ പ്രാധാന്യത്തെ കുറിച്ച് വളരെ വ്യക്തമാക്കി
പറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തരം 5 വർഷം കഴിഞ്ഞ സമയത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ നേതൃത്വത്തിൽ 4 ആഴ്ച കൊണ്ട് 3 കോടിയോളം ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ച് 1952 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം 1964 BHP എന്ന് പറയുന്ന സംഘടന രൂപാന്തരപ്പെടുന്നത്. സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് 2 സംഘടനകൾ BHP ആരംഭിച്ചു. ഒന്ന്, ഭാരതത്തിൽ ഗോഹത്യ നടത്തുന്നതിനെ എതിർക്കാനുള്ള ഒരു സംഘടന. മറ്റൊന്ന്, ഈ ഗോവിനെ പരിപാലിക്കാനും അതിന്റെ വംശവർദ്ധനവിനും വേണ്ടി ആ 2ാമത്തെ സംഘടന. അങ്ങനെ 1966 ഡൽഹിയിൽ വെച്ച് വലിയൊരു സമ്മേളനം നടന്നു. ഇന്ത്യൻ പാർലമെന്റിലേക്ക്, ഭാരതത്തിന്റെ പരമോന്നതമായ ആ പാർലമെന്റിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന ആചാര്യന്മാരുടെയും അതുപോലെ തന്നെ സന്യാസി വര്യന്മാരുടെയും നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ഗോക്കളെ സ്നേഹിക്കുന്നവർ ആ പാർലമെന്റിലേക്ക് പ്രയാണം നടത്തി. വളരെ സമാധാനപരമായ ആ പ്രയാണത്തെ, ആ യാത്രയെ എന്നും ജനാധിപത്യ സമരങ്ങളെ, പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി മാത്രം പാരമ്പര്യമുള്ള അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതിനെതിരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ആ മൃഗീയമായ ആ അക്രമത്തിൽ പരിക്കേറ്റു. എന്നിട്ടും സംഘടനയോ സംഘമോ പിറകോട്ട് പോയില്ല. 1996 ഈ 2 സംഘടനകളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് BHP ആന്തോളനത്തിന് വേണ്ടി ആന്തോളൻ എന്ന് പറയുന്ന ഒരു സമിതിയെ രൂപീകരിച്ചു. ആ സമിതിയുടെ നേതൃത്വത്തിൽ ആ വർഷം ഗോരക്ഷാവർഷമായി ആചരിച്ചു. എന്തുകൊണ്ടാണ് ഈ ദീപാവലി ദിവസം ഇങ്ങനെയൊരു പൂജ നടത്താനുള്ള കാരണം? ദീപാവലി എന്ന് പറയുന്നത് ദീപങ്ങളുടെ ഉത്സവമാണ്. അതിന് പിറകിൽ ഒരുപാട് പൗരാണികമായ സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ പാലാഴി മകനം നടന്ന് ആ പാലാഴിയിൽ നിന്ന് കാമദേവൻ ഉയർന്നു വന്നത് ആ ദീപാവലി ദിവസമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇന്നലെ ഉത്തർപ്രദേശിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ സരയൂ നദിക്കരയിൽ ആ ദീപാവലി ദിവസം ആ ശ്രീരാമചന്ദ്രന്റെ രാവണ നിഗ്രഹം നടത്തിയതിന്റെ ആ വിജയാഹ്ലാദ പ്രകടനമായി 1 ലക്ഷത്തോളം ദീപങ്ങൾ തെളിയിച്ച അതിമനോഹരമായ ഭക്തിസാന്ദ്രമായ കാഴ്ചയാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ആ ഗോപൂജയ്ക്ക് ശ്രീരാമചന്ദ്രന്റെ വിജയവുമായി ബന്ധമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണനെ നമ്മൾ വിളിക്കുന്നത് ഗോപാലകൃഷ്ണൻ എന്ന ഗോചരണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചത്. അക്കാലത്ത് ആ ഒരു സംസ്കാരം അനുസരിച്ച് ആ ഒരു സമുദായത്തിന്റെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് ഗോപരിപാലനമായിരുന്നു. ആ ഗോപരിപാലനം ചെറിയ വയസ്സിലെ നടത്തണം. പശുക്കിടാങ്ങളെ മേയിച്ചുകൊണ്ടായിരിക്കണം, കുലത്തൊഴിൽ ചെയ്തുകൊണ്ടായിരിക്കണം അവരുടെ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത്. ആ ഗോചരണങ്ങളിൽ നിന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ പിറകിൽ ഈശ്വര്യവും പൗരാണികവുമായി അടങ്ങി നിൽക്കുന്നുണ്ട് എങ്കിലും 33 കോടി ദേവകളും ആരാധിച്ചിരുന്ന ആ കാമദേവനെ ആരാധിക്കാനുള്ള, ഗോപൂജ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എല്ലാവരും ദേവന്മാർ 33 കോടി ദേവകളും പൂജിച്ചിരുന്ന ഗോവാണ് കാമദേവൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രഗത്ഭനായ സന്യാസി വൈദ്യൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ 2 തത്വങ്ങളേ ഉള്ളൂ. ഒന്ന് ഗോക്കളുടെ തത്വം ഗോത്വം, മറ്റൊന്ന് മനുഷ്യന്റെ തത്വം മനുഷ്യത്വം. ഗോത്വം എന്ന് പറയുന്നത് ഗോക്കളുടെ തത്വമാണ്, അതാണ് മൃഗങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ആ ഗോത്വത്തെ പരിപാലിക്കണം. ശ്രീനാരായണ ഗുരുദേവനോട് ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരുദേവ, അങ്ങ് പശുവിന്റെ പാൽ കുടിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പശുവിന്റെ മാംസം കഴിച്ചുകൂടാ എന്ന് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്. ആ ഗുരുദേവന്റെ വാക്കുകളെ ഒന്ന് നമ്മൾ മുഖവില കേൾക്കണം. എന്താ ഗുരുദേവൻ പറയുന്നത്? നമ്മളൊക്കെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ചതെങ്കിൽ ആ അമ്മയുടെ മാംസം ഭക്ഷണമാക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാകും? ഗുരു ശിഷ്യനോട് ചോദിച്ചു, നീ നിന്റെ മാതാവിന്റെ മുലപ്പാൽ കുടിച്ചല്ലേ വളർന്നത്? എന്നെങ്കിലും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ പാല് കുടിച്ചതുകൊണ്ട് അമ്മയുടെ മാംസവും ഭക്ഷിക്കാമെന്ന്? വളരെ കടുത്ത മറുപടിയായെങ്കിൽ പോലും ആ ഗോവിന് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് അവിടെ ഗുരുദേവൻ വ്യക്തമാക്കുകയാണ്. ആ കാമദേവനെ പൂജിക്കാത്തത് കൊണ്ടാണ്
ഇഷാഹു വംശത്തിന്റെ സൂര്യവംശത്തിന്റെ രാജാവായിരുന്ന ദിലീപ മഹാരാജാവിന് മക്കളില്ലാതെ പോയത്. അങ്ങനെ കാമധേനുവിന്റെ മകൾ സുനന്ദിനിയെ പ്രാർത്ഥിച്ചത് മൂലം, ആ സുനന്ദിനിയെ സംരക്ഷിച്ചത് മൂലം അദ്ദേഹത്തിന് രഘു എന്ന് പറയുന്ന പുത്രനുണ്ടായി. ആ രഘുവിന്റെ വംശമായ രഘുവംശം, ആ രഘുവംശത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഭൂജാതനായത്. ആ ശ്രീരാമചന്ദ്രൻ വിജയം വരിച്ചത് ആ ദീപാവലി നാളിലാണ്. ദീപങ്ങളുടെ ഉത്സവം, ദീപങ്ങളുടെ നിര എന്നാണ് ദീപാവലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പാൽക്കടലിൽ നിന്ന് ലക്ഷ്മി ദേവി ഉയർന്നു വന്നത് ആ ഒരു പാലാഴി ദിവസമാണ്. ആ ചൈതന്യം പശുവിന്റെ അകിടിനകത്ത് കിടക്കുന്നു എന്നതുകൊണ്ടാണ് അതിനെ ആരാധിക്കണം എന്ന് പറയുന്നത്. ഗണപതി ഭഗവാന്റെ മതത്തിന് ശേഷം പാർവതി ദേവിക്ക് സംരക്ഷണത്തിനായി ഭഗവാൻ പരമശിവൻ ഏർപ്പാടാക്കി കൊടുത്തത് ഒരു പശുവിനെയാണ്. ഭഗവാൻ മഹാവീരൻ പോലെയുള്ള ജൈനമതത്തിന്റെ അത്തരത്തിലുള്ള ഭരണാധികാരികൾ കാളയെ ആരാധിച്ചിരുന്നു. ഇന്ന് നിലവിലില്ലാത്ത ഈജിപ്ഷ്യൻ സംസ്കാരം, ആ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അവരുടെ ചുവർചിത്രങ്ങളിലും ചിത്രരേഖകളിലും എല്ലാം തന്നെ ആ ഗോപുരാണം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 4 വേദങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും 2 ഇതിഹാസങ്ങളും അടക്കം 2000-ഓളം ഗ്രന്ഥങ്ങളുള്ള ഭാരതീയ സനാതന സംസ്കാരത്തിന്റെ ഒന്നാമത്തെ വേദമായ ഋഗ്വേദത്തിൽ അഖണ്യ എന്നാണ് പശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യജുർവേദത്തിൽ പറയുന്നത് അനുപമ എന്ന, അഥർവവേദത്തിൽ പറയുന്നു സർവസമ്പത്തിന്റെയും ഇരിപ്പിടമാണ് ഗോമുഖം എന്ന് പറയുന്നത്. ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നാണ് ആ ഗോവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്രിസ്തീയ സമൂഹത്തിന്റെ ആരാധ്യനായ ദേവനായ യേശുക്രിസ്തു ജനിച്ചത് ആ പശുത്തൊഴുത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കൽ പോലും പശുക്കളെ ദ്രോഹിക്കരുത് എന്ന്. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, പുൽക്കൂട്ടിൽ പിറന്നവനെ എന്ന് പറയുന്ന സമയത്ത് ആ കാലിത്തൊഴുത്തിലാണ് ആ ഒരു സംസ്കാരത്തിന്റെ ആരാധനാമൂർത്തിയായ അദ്ദേഹം പൂജാരിയായത് എന്ന് ചിന്തിക്കണം. അതോടൊപ്പം തന്നെ ആ പശുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കണ്ടു, വളരെ ഉയരം കുറഞ്ഞ പശുവാണ് ഇവിടെ ഉള്ളത്. ആ ഉയരം കുറഞ്ഞ ആ പശുവിനെ സംബന്ധിച്ച് അതിനുള്ള ഗുണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ പാൽ കുടിക്കുന്നവരാ. ഇപ്രാവശ്യം ഓണക്കാലത്ത് 30 ലക്ഷം ലിറ്റർ പാലാണ് കേരളത്തിലെ ജനങ്ങൾ കുടിച്ചു തീർത്തത്. മദ്യത്തിന്റെ കണക്ക് വേറെയാ. പാല് 30 ലക്ഷം ലിറ്റർ. ഒരു കാരണവശാലും ആ ഒരു ദിവസം അത്രയും പാൽ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ആ പാൽ എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല. നമ്മൾ നോക്കുന്നത് പാലിന്റെ നിറമാണ്, വെറും വെളുത്ത നിറമാണ്. പക്ഷേ പരിശുദ്ധമായ പാലിന്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ്. അതിനൊരു മഞ്ഞ കളറുണ്ടാവും. സൂര്യകേതു എന്ന് പറയുന്ന ഗ്രന്ഥി വെയിലേൽക്കുന്ന സമയത്ത് ആ പശുവിന്റെ ഗ്രന്ഥി ഉണരുകയും അതിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം വരികയും ആ ദ്രാവകം പശുവിന്റെ അകിടിലൂടെ പാലിലേക്ക് വരുന്ന സന്ദർഭത്തിനകത്താണ് ആ പാല് വളരെ പരിശുദ്ധവും ഔഷധ ഗുണവുമായി മാറുന്നത് എന്നാണ് പറയുന്നത്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞത്, ഒരു പശു ആ പശുവിന്റെ ജീവിത കാലയളവിൽ ഏകദേശം 4 ലക്ഷം പേർക്ക് ഒരു നേരത്തെ അന്നം നൽകുന്നു എന്നുള്ളതാണ്. ഒരു പശുവിന് ഒരു നേരത്തെ 4 ലക്ഷം പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാനുള്ള പ്രാപ്തിയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ വധിക്കുന്ന സമയത്ത് ആ പശുവിന്റെ മാംസം എന്ന് പറയുന്നത് 80 പേർക്ക് ഒരു നേരത്തെ ഭക്ഷണമാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ 80-നാണോ പ്രാധാന്യം, 4 ലക്ഷത്തിനാണോ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ഗോവിന്റെ പരിപാലനവും ഗോവിന്റെ സംരക്ഷണവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് ആവശ്യമായ പാൽ ഉത്പാദിപ്പിക്കാനും നമ്മൾ കഴിക്കുന്നത് പരിശുദ്ധമാണ് എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ ആരെങ്കിലും സംരക്ഷിക്കണ്ടേ? ഈ ഗോവിനെ ആരെങ്കിലും സംരക്ഷിക്കണം. ആ സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നല്ലതിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം VHPയിലൂടെ ഗ്രാമാന്തരങ്ങളിൽ ആ ഗോവിനെ പരിപാലിക്കുന്നതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയും സമാജത്തിന് മുന്നിലേക്ക് ആ ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും തയ്യാറായത്. ഇത് ഒരു സമുദായത്തെയും വെല്ലുവിളിക്കാനുള്ളതല്ല, ഒരു സമുദായത്തിനെതിരെയുള്ള പരിപാടിയുമല്ല. നേരെ മറിച്ച് നമുക്കൊരു അസ്തിത്വമുണ്ട്. ആ ഗോവിനെ നമ്മൾ പൂജിക്കുന്നുവെങ്കിൽ, ആരാധിക്കുന്നുവെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം ആരാധിച്ചതുപോലെ, ഏതുപോലെ പേർഷ്യക്കാർ, ആ പേർഷ്യക്കാർ നാണയങ്ങളിൽ, അവരുടെ നാണയങ്ങളിൽ കാളയുടെയും അതുപോലെ തന്നെ പശുവിന്റെയും ചിത്രമാലേഖനം ചെയ്തിരുന്നു. പഴയകാല രാജാക്കന്മാരുടെ മുഴുവൻ നാണയങ്ങളിൽ ആ ഗോവിന്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 കാര്യത്തിനാണ് മൃഗങ്ങൾ ഉപയോഗിക്കുന്നത്.
ഒന്ന് വീട്ടാവശ്യത്തിന് പാല് ലഭിക്കുന്നതിന് വേണ്ടി, മറ്റൊന്ന് കൃഷി ആവശ്യത്തിനും സഞ്ചാരം ചരക്ക് കടത്തുന്നതിനും വേണ്ടി. അപ്പോൾ കാളകളെ അത്തരത്തിൽ സാധനങ്ങൾ കടത്തുന്നതിന് വേണ്ടിയും വയലുകൾ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. പശുക്കളെ പാലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ സംസ്കാരം അനുസരിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിൽ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം വിദേശ രാഷ്ട്രങ്ങളിൽ മാംസത്തിനുള്ളത് മാംസത്തിന് വേണ്ടി വളർത്തുന്നു, അതുപോലെ തന്നെ പാലിന് വേണ്ടിയുള്ളത് പാലിന് വേണ്ടി വളർത്തുന്നു. ആ ഒരു വ്യത്യാസമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ VHP ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഗോവിന്റെ പരിപാലനം നടക്കണം. രണ്ടാമത്തേത്, ഗോഹത്യ നിരോധിക്കണം. മൂന്നാമത്തേത്, മാംസത്തിന്റെ കയറ്റുമതി അവസാനിപ്പിക്കണം. അങ്ങനെയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് 2000-ൽ ഘാട്ട് കരാർ നിലവിൽ വന്ന സമയത്ത് ആഗോളപരമായി ഏത് വസ്തുവും എവിടേക്കും കടത്താനും കച്ചവടം ചെയ്യാനുമുള്ള അധികാരം ലഭിച്ചിരുന്ന ആ ഒരു കരാറിന്റെ ആ ഒരു തീരുമാനം വന്ന സമയത്ത് എതിർപ്പ് നേരിട്ടപ്പോഴാണ് 60% ടാക്സ് പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഭാരതത്തിന്റെ ഗവൺമെന്റ് ഏർപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ ഒരു ദീപാവലിയുടെ മഹത്തരമായ ആ ഒരു ദിവസത്തിൽ ആ പശുപാല പരിപാലനത്തിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത് പശുവിൽ നിന്ന് 32ഓളം ഔഷധങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ചെന്നൈയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ കിങ് പറഞ്ഞിരിക്കുന്നത് കോളറ എന്ന് പറയുന്ന രോഗത്തിന് തടയാനുള്ള ഏറ്റവും ഉത്തമമായ ഔഷധമാണ് പശുവിന്റെ ചാണകത്തിൽ നിന്നുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്. അതോടൊപ്പം സൂര്യഗ്രഹണമൊക്കെ പണ്ട് നോക്കിയിരുന്നത് ചാണകവെള്ളം കലക്കി അതിലേക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും നമ്മുടെ കാർഷിക മേഖലയെ, ജൈവവളത്തെ, അതുപോലെയുള്ള കാര്യങ്ങളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ആ ഗോക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് പരിപൂർണമായും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം VHP പോലുള്ള സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ആ പ്രശ്നത്തെ പരിപൂർണമായും പതിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് മൃഗങ്ങളോടാണ് എങ്കിൽ പോലും വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കേണ്ടി വരുന്നത്, അതിനെ തടയേണ്ടി വരുന്നത് വിശ്വാസത്തിനും ആരാധനയ്ക്കും ഭക്ഷണ സ്വാതന്ത്ര്യത്തിനും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടുന്നതാണെന്ന അത്തരത്തിലുള്ള കാര്യങ്ങളുടെ മുമ്പോട്ട് പോകുമ്പോൾ ഹൈന്ദവ സമാജത്തിന്റെ ആവശ്യങ്ങളെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ചിലർ കടന്നു പോകുന്നത്. ഒരു നേതാവ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത ഭരണം വരുന്ന സമയത്ത് ആ സന്ദർഭത്തിനകത്ത് ഒരു പ്രത്യേകമായ സമുദായത്തിന് വേണ്ടി ആയിരിക്കണം അവർ ഭരിക്കുന്നത് എന്നുള്ളതാണ്. വരും നാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും പരിപൂർണമായും പരിപാലിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ദൗത്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടനയുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ 100ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പശു സമ്പത്തിനെ വളർത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായാണ് വിശ്വഹിന്ദു പരിഷത്ത് ഇപ്പോൾ ഗോപൂജയും അതുപോലുള്ള ആരാധനാക്രമങ്ങളും ഈ ബദിയടുക്ക ടൗണിൽ നടത്താനുള്ള കാരണം. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെ അത്യുത്തമമായ രീതിയിൽ എത്തിക്കാനുള്ള 1952-ൽ RSS തുടങ്ങിയ ആ തീരുമാനം അതിന്റെ 100ാം വർഷത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ കിണറങ്ങളിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ദീപാവലി നാളിൽ ഐശ്വര്യ സമ്പൂർണമായ ഈ ഒരു ദിവസം എല്ലാവർക്കും ആ ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം.